നമസ്കാരം, എല്ലാവർക്കും അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബീന. ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഫില്ലപ്പ് വിത്ത് ദി കറക്റ്റ് ടെൻസ് ഓഫ് ദി വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. വാട്ട് വുഡ് ദി ഗേൾ ഡു ഇഫ് ഷീ ഡാഷ് ദ ട്രെയിൻ? ഇവിടെ മിസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് ക്ലോസ് ആണ് അല്ലേ. ഇഫ് ക്ലോസിൻ്റെ 3 കണ്ടീഷൻ അറിയാലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ആണ് വരുന്നതെങ്കിൽ, ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ വരിക? മെയിൻ ക്ലോസിൽ വില്ല് അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് V1 ഫോമാണ് വരിക അല്ലേ. ഇനി ഇഫ് ക്ലോസിൽ V2 ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താ വരിക? ഇതിൻ്റെ എല്ലാം പാസ്റ്റ്, അതായത് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് പ്ലസ് V1 ആയിരിക്കും വരിക. ഇനി ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് എന്നുണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താണ് വരിക? വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും വരിക. വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും വരിക. അപ്പോൾ ഈ 3 കണ്ടീഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? ഇവിടെ നോക്കുക, വാട്ട് വുഡ് ദ ഗേൾ ഡു ഇഫ് ഷീ ഡാഷ് ദ ട്രെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വുഡാണ് മെയിൻ ക്ലോസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് ക്ലോസിൽ എന്ത് വരണം? ഇഫ് ക്ലോസിൽ V2 വന്നാലാണ് മെയിൻ ക്ലോസിൽ എന്ത് വരിക? വുഡ് പ്ലസ് V1 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വുഡാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇഫ് ക്ലോസിൽ എന്ത് വരണം? V2 ഫോം വരണം. V2 ഫോം ഇതിലേതാ? ഓപ്ഷൻ എ ആണ്, മിസ്ഡ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദി കറക്റ്റ് സിനോണിം ഫോർ ദി ഫോളോയിങ് വേർഡ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എക്സ്ട്രാവേജൻറ്റ് എന്ന് പറയുന്നതിൻ്റെ സിനോണിം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ്ട്രാവേജൻറ്റിൻ്റെ സിനോണിം എന്താണ്? ലാവിഷ് ആണ് ആൻസർ. ഓപ്ഷൻ സി ലാവിഷ്. എങ്ങനെ നമുക്ക് ഓർക്കാം? ലാവിഷ് ആയിട്ട് ചിലവാക്കുന്നവർ എല്ലാ കാര്യങ്ങളും എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കുന്നവർ എന്താണ്? ലാവിഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ്ട്രാവേജൻറ്റ് എന്ന് പറയുമ്പോൾ ലാവിഷ് ആണ് അതിൻ്റെ സിനോണിം വരുന്നത്. ബാക്കിയുള്ള വേർഡ്സ് ഒക്കെ എന്താണ്? വെൽത്തി എന്ന് പറയുന്നതിൻ്റെ സിനോണിം എന്തൊക്കെയാണ് വരിക? നമുക്കറിയാം അല്ലേ. റിച്ച് അല്ലേ, റിച്ച് ആഫ്ലുവൻറ്റ് എന്നൊക്കെ പറയുന്നത് വെൽത്തി എന്ന് പറയുന്ന മീനിങ് ആണ്. ഫ്രൂഗൽ അതുപോലെ ത്രിഫ്റ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മീനിങ് ആണ് വരുന്നത്. മിതവ്യയം എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന വേർഡ്സ് ആണ് ഫ്രൂഗൽ അതുപോലെ ത്രിഫ്റ്റി എല്ലാം. ഓക്കെ, ഇതും മുൻപത്തെ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, ഫ്രൂഗലും ത്രിഫ്റ്റി എല്ലാം കേട്ടോ. പഠിച്ചു വയ്ക്കുക. മിതവ്യയം എന്ന് പറയുന്ന മീനിങ് ആണ്, ഫ്രൂഗൽ ത്രിഫ്റ്റി രണ്ടും സെയിം മീനിങ് ആണ്. എക്സ്ട്രാവേജൻറ്റിൻ്റെ സിനോണിം എന്താണ്? ലാവിഷ് ആണ്, ലാവിഷ്. അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്. ദ സ്കൂൾ തെറാപ്പിസ്റ്റ് ഡാഷ് സ്റ്റുഡൻസ് ഹു ഹാവ് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിയിങ്. ഇവിടെ എന്താ വരുന്നത്? അഡ്വൈസ് ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരേണ്ടത് അല്ലേ. ദ സ്കൂൾ തെറാപ്പിസ്റ്റ് കൗൺസിൽസ് ആണ് വരിക. ഓപ്ഷൻ ബി ആണ്, കൗൺസിൽസ് ആണ് കേട്ടോ. SE ആണ് വരുന്നത്, SELS ആണ്. ഈ കൗൺസിൽ എന്തുവാണ്? കൗൺസിൽ എന്ന് പറയുമ്പോൾ ഒരു സഭ അല്ലെ, ആളുകളുടെ ഒരു കൂട്ടം, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് ഈ കൗൺസിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കൺസൾട്ട് നമുക്ക് അറിയുന്നതാണല്ലോ. കൺസൾട്ട് ചെയ്യുക അല്ലെ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് കൺസൾട്ട്. അത് നമുക്ക് അറിയുന്നതാണ്. അപ്പം കൗൺസിൽ എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, കൗൺസിൽ സ്റ്റുഡൻസ് ഹു ഹാവ് പ്രോബ്ലംസ് ഇൻ സ്റ്റഡിങ്. കൗൺസിൽ ചെയ്യുക എന്നുള്ളതാണ്, അഡ്വൈസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്. അടുത്തത്, ചൂസ് ദി കറക്റ്റ് മീനിങ് ഓഫ് ദി ഫ്രേസ് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്തുവാണ്? ടു റിവീൽ എ സീക്രട്ട് ആണ്, രഹസ്യം പുറത്താക്കുക അല്ലേ. ടു റിവീൽ എ സീക്രട്ട് എന്നുള്ള മീനിങ് ആണ് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. നമുക്കിത് മലയാളത്തിലും ചോദിക്കുന്നതാണ് അല്ലേ. ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ് പരിഭാഷയിലൊക്കെ ചോദിക്കുന്നതാണ്. ടു റിവീൽ എ സീക്രട്ട് എന്നുള്ളതാണ് കേട്ടോ മീനിങ്. അടുത്ത ചോദ്യം നോക്കാം. ചേഞ്ച് ദി ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ദി കമ്പാരിറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്? ഏപ്രിൽ ഈസ് ദി ഹോട്ടസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ. അപ്പോൾ ഹോട്ടസ്റ്റ് EST എന്നുള്ള ഫോം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്ത് ഡിഗ്രിയാണ്? തന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അല്ലേ. സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഹോട്ടസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അതിനെ എന്തിലോട്ട് മാറ്റണം? കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റണം. അപ്പോൾ 3 ഡിഗ്രി നമുക്കറിയാലോ. പോസിറ്റീവ് ഡിഗ്രി ഉണ്ട് അല്ലേ, അതുപോലെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഹോട്ടസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുന്നതാണ് ഹോട്ടസ്റ്റ് എന്ന് പറയുന്നത്. അത് ഹോട്ടറിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത് അല്ലേ. കമ്പാരിറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഹോട്ടർ ആണ്,
ഹോട്ടാണ്. കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് എന്താ? ഹോട്ടർ ആണ്. സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നതാണ് ഹോട്ടസ്റ്റ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അതിനെ കമ്പാരിറ്റീവിലോട്ട് മാറ്റണം. അപ്പോൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കമ്പാരിറ്റീവിലോട്ട് മാറ്റാനായിട്ട് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സബ്ജക്റ്റിനെ അതുപോലെ എഴുതുക. ഏപ്രിൽ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അപ്പോൾ അതുപോലെ എഴുതി അല്ലേ? ഏപ്രിൽ എന്നുള്ള സബ്ജക്റ്റ് അതുപോലെ എഴുതി. പിന്നെ ഓക്സിലറി വെർബിനെ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ എഴുതി വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി, തന്നിരിക്കുന്ന ഡിഗ്രി ഏതാ? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് എഴുതണം. അപ്പോൾ ഹോട്ടസ്റ്റ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവിലോട്ട് മാറ്റുമ്പോൾ ഹോട്ടർ എന്നായി. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തതായിട്ട് എന്ത് വരണം? ദാൻ എന്ന് പറയുന്ന വേർഡ് ചേർക്കണം. ഓക്കെ, കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കമ്പാരിറ്റീവ് ഡിഗ്രി കഴിഞ്ഞ് ദാൻ വരണം. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിന് മുന്നിൽ എന്ത് വരണം? ദാ വരണം അല്ലേ? ദ ഹോട്ടസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ദാ ഉണ്ടായിരിക്കും. കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ഹോട്ടർ കഴിഞ്ഞിട്ട് എന്ത് വരണം? ദാൻ വരണം. അപ്പോൾ നമ്മൾ ഹോട്ടർ എഴുതി, അത് കഴിഞ്ഞ് ദാൻ എഴുതി. ഇനി എന്താണ് നമ്മൾ ചെയ്യുക? ഡിഗ്രി മാറ്റുന്ന സമയത്ത് ഒന്നുകിൽ എനി അതർ ചേർക്കണം, അല്ലെങ്കിൽ ഓൾ അതർ വെച്ചിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾ അതർ വെച്ചിട്ടുള്ള ഓപ്ഷനാണ് ഉള്ളത് അല്ലേ? നോക്കുക, ഇവിടെ ഓൾ അതർ വെച്ചിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, എനി അതർ ഇല്ല. അപ്പോൾ നമുക്കറിയാം എനി അതർ ആണ് എന്നുണ്ടെങ്കിൽ സിംഗുലർ നൗണും, ഓൾ അതർ ആണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ പ്ലൂറൽ നൗണും ആണ് വരിക അല്ലേ? ഓൾ അതർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലൂറൽ നൗൺ ആയിരിക്കും. എനി അതർ ആണ് എന്നുണ്ടെങ്കിൽ സിംഗുലർ നൗൺ ആയിരിക്കും. ഇത് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് ഓൾ അതർ ആണ്. അപ്പോൾ ഓൾ അതർ എന്ന് എഴുതി. അപ്പോൾ എന്ത് വരണം? പ്ലൂറൽ നൗൺ വരണം. അപ്പോൾ പ്ലൂറൽ നൗൺ ആണ് മന്ത്സ് ഓഫ് ദി ഇയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിലോട്ട് എത്തിയല്ലോ ഓപ്ഷൻ ബി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞു തന്നതാണ്. ഈ റൂളൊക്കെ നമുക്ക് അറിയുമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓപ്ഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓൾ അതർ കഴിഞ്ഞ് മന്ത്സ് ഉണ്ട് അല്ലേ? ഓൾ അതർ കഴിഞ്ഞ് പ്ലൂറൽ വരുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഇവിടെ ഹോട്ടർ ഉണ്ട്, ദാൻ ഉണ്ട്, ഓൾ അതർ കഴിഞ്ഞിട്ട് പ്ലൂറൽ നൗണും വന്നിട്ടുണ്ട്. പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലോട്ട് മാറ്റുന്നത്. ഏപ്രിൽ സബ്ജക്റ്റ് അതുപോലെ എഴുതി, ഓക്സിലറി വേർബ് അതുപോലെ എഴുതി, എന്നിട്ട് തന്നിരിക്കുന്ന സൂപ്പർലേറ്റീവിനെ കമ്പാരിറ്റീവിലോട്ട് മാറ്റി ദാൻ എഴുതി. ഓൾ അതർ ആണെങ്കിൽ പ്ലൂറൽ നൗൺ എഴുതുക, എനി അതർ ആണെങ്കിൽ എന്തെഴുതുക? സിംഗുലർ നൗൺ എഴുതുക. ബാക്കിയുള്ള വേർഡ്സ് അതുപോലെ എഴുതി വെച്ചേക്കുക. ഓക്കെ, ഈസി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഫിലപ്പ് വിത്ത് ദി കറക്റ്റ് പ്രിപ്പോസിഷൻ. ഐ പ്രിഫർ കോഫി ഡാഷ് ടീ. ഈ പ്രിഫർ കാണുമ്പോഴേ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. എന്താ? ഓപ്ഷൻ ബി ആണ്, 2 ആണ് വരിക. പ്രിഫറിന് ശേഷം എപ്പോഴും എന്തേ വരത്തുള്ളൂ? 2 വരത്തുള്ളൂ. 2 ഇതുപോലെ നമ്മൾ ചേർക്കുന്ന കുറേയധികം വേർഡ്സ് ഉണ്ട് അല്ലേ? പ്രിഫർ അല്ലാതെ ജൂനിയർ, സീനിയർ, അതുപോലെ ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, ഇൻഫീരിയർ, ഇതിനെല്ലാം ശേഷം എന്തേ ചേർക്കത്തുള്ളൂ? 2 ആണ് നമ്മൾ ചേർക്കുക. അത് ഓർത്തിരിക്കുക കേട്ടോ. പ്രിഫർ 2, ജൂനിയർ 2, സീനിയർ 2, ആൻറ്റീരിയർ 2, പോസ്റ്റീരിയർ 2, ഇൻഫീരിയർ 2, സുപ്പീരിയർ 2. ഓക്കെ, അതിൻ്റെ എല്ലാം കൂടെ നമ്മൾ 2 ആണ് ചേർക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, പ്രൊവൈഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുക? ആദ്യം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ്? ദേ ആർ കമ്മിങ് ടു ദി പാർട്ടി. അപ്പോൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിട്ട് വരണം? നെഗറ്റീവ് ടാഗ് വരണം. പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, സോ ടാഗ് എന്ത് വരണം? നെഗറ്റീവ് ടാഗ് വരണം. ഇനി നമ്മൾ എന്ത് നോക്കും? ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കും. ഇവിടെ ഓക്സിലറി ഉണ്ട്, ആറാണ് നമ്മുടെ ഓക്സിലറി. അപ്പോൾ നമ്മൾ 6 എന്ന് എഴുതി. ഇനി നെഗറ്റീവ് ടാഗ് ആണല്ലോ വരേണ്ടത്. സോ 6ന് നമ്മൾ ഒരു നോട്ടും കൂടെ ചേർക്കുമ്പോൾ 6 എന്ന് വരും. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ദേ തന്നെ എഴുതി. അപ്പോൾ 6 ദേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എളുപ്പമാണ്. അടുത്ത ചോദ്യം, കറക്റ്റ് ദി ഫോളോയിങ് സെൻറ്റൻസ്. വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ഇതിന് എന്താണ് വരുന്നത് ഇവിടെ? അതായത് 2 ആക്ഷൻസ് നടക്കുന്ന സമയത്ത് ആദ്യം നടന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്ത് ടെൻസിലാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അതായത് ഹാഡ് പ്ലസ് V3. പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും ആദ്യം നടന്നത്. രണ്ടാമത് നടന്ന കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത് സിമ്പിൾ പാസ്റ്റിലായിരിക്കും. ആദ്യം എഴുതിയിരിക്കുന്ന കാര്യമല്ല കേട്ടോ. ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നോക്കുക, ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാണ്? വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന കാര്യം എന്താണ്? ട്രെയിൻ പോയി, എന്നിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് സ്റ്റേഷനിൽ അല്ലേ. അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്, ഹാഡ് പ്ലസ് V3 വന്നു. സോ ഇതെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് ആദ്യം നടന്ന കാര്യമാണ്.
രണ്ടാമത് നടക്കുന്ന കാര്യം വെൻ ഐ റീച്ച്ഡ് അല്ലേ, V2 ഫോമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും രണ്ടാമത് നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലുമാണ് ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം എന്താണ്, സിമ്പിൾ പാസ്റ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ട്രെയിൻ പോയി എന്നുള്ളതാണ് ആദ്യം നടന്നത്, അതിനുശേഷമാണ് നമ്മളവിടെ സ്റ്റേഷനിലോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് V3, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമാണ് പറഞ്ഞിരിക്കുന്നത്, V2ലുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ഫില്ലപ്പ് വിത്ത് ദി കറക്റ്റ് ഫ്രേസൽ വെർബ്. ദ പബ്ലിക് മീറ്റിംഗ് വാസ് ഡാഷ് ബിക്കോസ് ഓഫ് ബാഡ് വെതർ. വെതർ നന്നല്ലാത്തത് കൊണ്ട് മീറ്റിംഗ് എന്ത് ചെയ്തു, മാറ്റിവെച്ചു എന്നുള്ളൊരു മീനിങ് ആണ് വരേണ്ടത്. സോ മാറ്റിവെച്ചു എന്ന മീനിങ് തരുന്നത് ഓപ്ഷൻ ബി ആണ്, കോൾഡ് ഓഫ് എന്നുള്ളതാണ് കേട്ടോ. കോൾഡ് ഓഫ് ആണ് മാറ്റിവെച്ചു. ഇനി കോൾഡ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓർഡർ ഫോർ പ്രസൻസ് എന്നുള്ളൊരു മീനിങ് ആണ് കോൾഡ് ഇൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സമൺ ഓർഡർ എന്നുള്ളൊരു മീനിങ് ആണ് കോൾഡ് ഔട്ട്. കോൾഡ് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആസ്ക് സംബഡി ടു സ്റ്റോപ്പ് വാട്ട് ദേ ആർ ഡൂയിങ്. അതായത് ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുന്ന ഒരാളെ കൊണ്ട് നമ്മൾ നിർത്താൻ പറയുക, ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുക, അതിന് വേണ്ടിയിട്ടാണ് കോൾഡ് എവേ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ, കോൾഡ് ഓഫ് ആണ്, മാറ്റിവെച്ചു എന്നുള്ളൊരു മീനിങ് വരുന്നത്. അടുത്തത് റീറൈറ്റ് ദി സെൻറ്റൻസ് യൂസിങ് എ സിംഗിൾ വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ദി ഫ്രേസ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള വേർഡിൻ്റെ ഇൻസ്റ്റഡ് ആയിട്ട് ചേർക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ ടീച്ചേഴ്സ് സെഡ് ദ ബോയ് വാസ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ്. ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്തുവാണ് ഇതിൽ? ഓപ്ഷൻ എ ആണ്, ഇൻകോറിജിബിൾ. നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്, ഇൻകോറിജിബിൾ എന്നുള്ളതാണ് ഇൻകാപ്പബിൾ ഓഫ് ബീയിങ് കറക്റ്റഡ് എന്ന് പറയുന്നതിന് മീനിങ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലേ. ഇംഗ്ലീഷിൽ എല്ലാവർക്കും മാർക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്